പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ അമ്പലത്തിൽ വരുമല്ലേ, ഭഗവാനെ തൊഴും തിരുമേനിയോട് പ്രസാദം വാങ്ങിച്ച് നമ്മൾ അതേ സ്പോട്ടിൽ വീട്ടിലേക്ക് പോകും അല്ലേ. ആരെങ്കിലും അല്പനേരം അമ്പലത്തിൽ ഇരിക്കുന്നുണ്ടോ? പിന്നെ വരണം, നമ്മുടെ അമ്പലത്തിലൊക്കെ വല്ല വിശേഷ പൂജയോ കാര്യങ്ങളോ വന്നാൽ അല്പനേരം ഇരിക്കും അല്ലേ. അല്ലാതെ ആരും തന്നെ നമ്മളെ പ്രാർത്ഥിച്ച് കുറച്ചു നേരം ഇവിടെ ഇരുന്ന് നാമം ചൊല്ല എന്നൊന്നും വിചാരിക്കത്തില്ല അല്ലെ. അതായത് ഉദാഹരണമായിട്ട് ഒരു ദീപാരാധന സമയം എന്ന് വിചാരിക്കുക, നമ്മൾ നടയൊക്കെ അടച്ചിരിക്കുക, നടയുടെ രണ്ട് വശങ്ങളിലായിട്ടും നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പം നട തുറക്കാൻ വേണ്ടി കാത്തിരിക്കുവാണേ. അപ്പം അപ്പുറത്തെ ചേച്ചിയെ ഒന്ന് നോക്കും, ഇപ്പുറത്തെ ചേച്ചിയെ ഒന്ന് നോക്കും. അതിനിടയിൽ ആരെങ്കിലും കയറി വരുവാണെങ്കിൽ ഇത് നമ്മുടെ നാട്ടിൽ ഇന്ന കുട്ടിയാണോ, ഇന്നയാളുടെ മകനാണോ എന്നൊക്കെ ചിന്തിക്കുമല്ലേ. ഇനി അടുത്ത് വന്ന കുശലാന്വേഷണവും പറയും. നമ്മള് അമ്പലത്തിലിരിക്കുമ്പോഴും നമുക്ക് ആ ഒരു ഏകാഗ്രത കിട്ടണില്ല അല്ലെ. നമ്മള് കുറെ കാര്യങ്ങൾ പറയും. ഇതൊക്കെ കഴിഞ്ഞു, തിരുമേനീനെ കണ്ടു, നമ്മള് പ്രസാദം വാങ്ങിച്ച് മടങ്ങി പോകും അല്ലെ. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് കോടീശ്വരം പരിപാടിയിൽ, ഇതാ ഒന്നു ദേ പോയി. അതേ അവസ്ഥയാണ്. നമ്മളൊരു പറയില്ലേ, ഒരു വഴിപാട് പോലെ വന്നു പോകണു അല്ലെ. അങ്ങനെയാണ്. പക്ഷേ പണ്ടൊക്കെ ക്ഷേത്രങ്ങള് നമ്മുടെ അതിനു മുൻപായിട്ട് മറ്റ് സഹോദരങ്ങളുടെ, ഇപ്പം മുസ്ലിം സഹോദരങ്ങളുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ പള്ളികളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവര് പള്ളികളിൽ പ്രാർത്ഥിക്കാൻ വന്നാൽ അവർ പ്രാർത്ഥിച്ചപ്പോൾ പോവില്ല. അവർക്ക് അവിടെ പ്രെയർ ഹാളുകളൊക്കെ ഉണ്ട്. അവർ ഒരുമിച്ചിരുന്ന് അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കും. ക്രിസ്ത്യൻസിന്റെ ആണെങ്കിലും അങ്ങനെ തന്നെ. അവരവിടെ അവരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ട്. അവർ അറിവിന്, ജ്ഞാനത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട്. അപ്പം അവർക്ക് പ്രത്യേകം പഠിക്കാനായിട്ട് പ്രെയർ ഹാളുകളുണ്ട്. ഇപ്പം മുസ്ലിം സഹോദരന്മാരുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടുത്തെ കുട്ടികൾക്ക് എല്ലാ ദിവസവും കാലത്ത് സ്കൂളിൽ വരുന്നതിന് മുന്നേ അവർ മദ്രസയിൽ പോകും അല്ലേ. അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് അവർ സ്കൂളിൽ പോകും, ഒരു ദിവസം മുടക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻസിൻ്റെയും സൺഡേ ക്ലാസ്സുകൾ അല്ലേ. സൺഡേ ക്ലാസ്സുകൾ മുടക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ആ മറ്റ് സഹോദരങ്ങളുടെ, അവരതുപോലെ പാലിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അമ്പലത്തിൽ വരണമെങ്കിൽ നമുക്ക് ആനയും പൂരവും മേളവും ഗാനമേളയും ഒക്കെ വരണം അല്ലേ. അതാണ് നമ്മുടെ അവസ്ഥ. അപ്പം പണ്ടൊക്കെ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് ജ്ഞാനക്ഷേത്രങ്ങളായിരുന്നു. അതായത് ഒരു മനുഷ്യന്റെ സംസ്കാരത്തിന് ലഭിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ ക്ഷേത്രത്തിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്.